റാം കെയർ ഓഫ് ആനന്ദി, എ സിനിമാറ്റിക് നോവൽ. ബിന്ദി റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ആ സിമന്റ് ബെഞ്ചിൽ റാം നേരത്തെ എഴുതിവെച്ച അവന്റെ പേരിനോടൊപ്പം മല്ലി അവളുടെ പേരുകൂടി എഴുതിവെച്ചു. റാം, നിന്റെ പേരിനോടൊപ്പം ഈ സിമന്റ് ബെഞ്ചിലെങ്കിലും ഞാൻ സ്ഥാനം പിടിച്ചോട്ടെ. നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതവർ വെളിപ്പെടുത്തുന്നില്ല എന്നു മാത്രം. മല്ലി പറഞ്ഞ ഈ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചില ബന്ധങ്ങൾ പിന്നീട് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബന്ധങ്ങളായിട്ട് മാറുന്നവർ നമ്മുടെ ലൈഫിലും കാണും. അങ്ങനെ ചിലർ. യഥാർത്ഥത്തിൽ റാം സ്നേഹിച്ചത് മല്ലിയെയാണോ അതോ ആനന്ദിയെയോ? ഒത്തിരി സന്ദർഭങ്ങൾ റാമിനു മല്ലിയോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് ആനന്ദിയിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നു. റാമിന് തന്നോടുള്ളത് സഹതാപത്തിന്റെ പുറത്തുള്ള സ്നേഹമാണെന്ന് മല്ലി തിരിച്ചറിഞ്ഞിരിക്കണം. ഗിണ്ടി റെയിൽവേ സ്റ്റേഷനും അല്ലി ഗ്രാമവും ധനലക്ഷ്മി ലോഡ്ജും വാഗപ്പൂക്കൾ വീണുകിടക്കുന്ന റോഡും. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ മല്ലി, റാം, ആനന്ദി, വെട്രി, രേഷ്മ. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു. പ്രതീക്ഷയോടെ വാങ്ങി വായിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായി എൻ്റെ മനസ്സിനെയും വായനയെയും സ്വാധീനിച്ച നോവൽ. ഹാറ്റ്സ് ഓഫ് മിസ്റ്റർ അഖിൽ പി ധർമ്മജൻ. പ്രണയവും പ്രതികാരവും സൗഹൃദവും യാത്രയും പ്രമേയമാകുന്ന ഈ നോവൽ നമുക്ക് സമ്മാനിച്ചതിന്, ഒട്ടും മടുപ്പു തോന്നാതെ വായിച്ചു തീർക്കാവുന്ന ഈ നോവൽ നമുക്ക് സമ്മാനിച്ചതിന്, ഈ കഥ ഒരു സിനിമയാകാൻ പോവുകയാണ്. ഈഗേർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.